എൻ്റെ പേര് ഡോക്ടർ തൃതിയ. ഞാൻ യൂണിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഇതിപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ നമുക്ക് 2025 ഡിസംബർ ആവാൻ പോകുന്നു. അതായത് 2019 ഡിസംബറിലായിരുന്നു വേൾഡിൽ ആദ്യമായിട്ട് കോവിഡ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് വൈറസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 2025 ആയപ്പോഴത്തേക്കിന് 6 ഇയേഴ്സ് ആവുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് കോവിഡ് വൈറസ്, അതായത് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ കോവിഡ് വൈറസിനെ ലാബിൽ മാൻമെയ്ഡ് വൈറസ് ആണെന്ന്, ആർട്ടിഫിഷ്യൽ മ്യൂട്ടേഷൻസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാൻമെയ്ഡ് വൈറസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാൻമെയ്ഡ് വൈറസ് ആണെങ്കിൽ നമുക്കറിയില്ല മാൻമെയ്ഡ് ആണോ നാച്ചുറലി വന്ന മ്യൂട്ടേഷൻ കാരണം ഉണ്ടായതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു മാൻമെയ്ഡ് വൈറസ് ആണ് എങ്കിൽ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒരു മനുഷ്യരാശിയെ നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു അങ്ങനെ ചെയ്ത ഒരു വൈറസ് ആണെങ്കിൽ എങ്ങനെയാണ് ആ വൈറസ് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ്, അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റെസിഡൻറ്റ് ആസ് എ റെസിഡൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അത് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ പല ആളുകളും, അതായത് മിക്ക ഡോക്ടേഴ്സിനും അങ്ങനെ ഒരു സ്റ്റോറി ആയിരിക്കും പറയാനുള്ളത്. പല ആളുകളെയും ആ ഒരു കോവിഡ് പല രീതിയിലാണ് ബാധിച്ചിട്ടുണ്ടാവുക. കാരണം നമുക്കറിയാം ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന സമയത്ത് ലോക്ക്ഡൗണിൽ അതായത് കുറേ ആളുകൾക്ക് അതായത് ജോലി നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ടാതെ വർക്ക് ഫ്രം ഹോം ആയ ആളുകളുണ്ട്, അതല്ലാതെ തന്നെ വേറെ രാജ്യങ്ങളിൽ വരാൻ പറ്റാതെ പെട്ടുപോയ ആളുകളുണ്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖത്തിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അതായത് ലൈഫ് ചേഞ്ചിങ് ആയിട്ട്, കാരണം അവർക്കൊരു വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടി വന്നിട്ട് അങ്ങനെ ഓരോ ആളുകൾക്കും പല രീതിയിലാണ് കോവിഡ് അഫക്റ്റ് ചെയ്തത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുന്ന അതായത് കുറച്ചെങ്കിലും പേഷ്യൻസിന് അതായത് കോവിഡിന് ശേഷം ഉണ്ടായിരിക്കുന്ന കുറേ അസുഖങ്ങളുണ്ട് അല്ലേ. കോവിഡിന് ശേഷം ചില ആളുകൾക്ക് ശ്വാസമുട്ടലുണ്ട്, വീസിംഗ് ഉണ്ട്, ചുമ വന്നാൽ മാറാതെ നിൽക്കുന്നുണ്ട്, അതായത് കിതപ്പുണ്ട്, നടക്കുമ്പോൾ കിതപ്പുണ്ട്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, അല്ലാതെ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ്, അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ, അതായത് ഒരു റെസിഡൻറ്റ് എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് ഹോസ്പിറ്റലിനുള്ളിൽ പേഷ്യൻസിനെ അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തതെന്ന് അറിയിക്കാനാണ്. അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നിൽക്കുന്ന സമയത്ത്, അതായത് കോവിഡ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, അതായത് ഇപ്പം എല്ലാ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ കൺട്രീസിലും ഉള്ള ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അവരത് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈമാണ് കോവിഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ് പറയുന്നത്. കാരണം ഓരോ ആളുകൾക്കും ഓരോ മെഡിക്കൽ കോളേജ് അനുസരിച്ചും ഡ്യൂട്ടീസിന് വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി ICU, അതായത് അത് കോവിഡ് ICU ആക്കിയിട്ടുണ്ട്. ആ ഒരു കോവിഡ് ICUവിൽ ഇപ്പോൾ ഒരു 8 ബെഡ് അല്ലെങ്കിൽ ഒരു 10 ബെഡ് പേഷ്യൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു ICUവിലെ കാര്യം മാത്രമാണ്. അതുപോലെ മെഡിക്കൽ ICU കോവിഡ് ആ സമയത്ത് മെഡിക്കൽ ICU കോവിഡായിരുന്നു. അതുപോലെ ഈവൻ അതായത് പീഡിയാട്രിക് ICUവിൻ്റെ ഒരു പാർട്ട് കോവിഡ് ICUവും, അതായത് പീഡിയാട്രിക് കോവിഡ് പേഷ്യൻസും മറ്റേത് പീഡിയാട്രിക് നോൺ കോവിഡ് പേഷ്യൻസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ കാർഡിയോളജി ICU മാത്രമാണ് കുറച്ച് സ്പെയർ ചെയ്തിട്ടുള്ള ICU. ഈവൻ സർജിക്കൽ ICU, പോസ്റ്റ് സർജറി, അതായത് സർജറി കഴിഞ്ഞുള്ള പേഷ്യൻസിന് ഉള്ള ഒരു സർജറി ICU, അതായത് പോസ്റ്റ് സർജറി ICU അല്ലെങ്കിൽ പോസ്റ്റ് സർജറി വാർഡ്, ഇതെല്ലാം കോവിഡാണ്. എല്ലായിടത്തും എല്ലാം കോവിഡ് ICUs ആണ്. ഈവൻ ഓർത്തോ വാർഡ് കോവിഡ് വാർഡാണ്, ENT, ഓഫ്തൽ എല്ലാ വാർഡും കോവിഡാണ്. കുറച്ച് മാത്രം സ്പെയർ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഗൈനക്കോളജി വാർഡ് അത് സ്പെയർ ചെയ്തിട്ടുണ്ട്, പീഡിയാട്രിക്സ് വാർഡ് സ്പെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി എല്ലാ സ്ഥലവും കോവിഡാണ്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി പോലും ICUവിലെ ഡ്യൂട്ടി ഒരു 8 hours ഷിഫ്റ്റ് ഒരു ICUവിലാണെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ, അതായത് കോവിഡ് തന്നെ സ്റ്റെപ്പ് ഡൗൺ ICU അല്ലെങ്കിൽ കോവിഡ് വാർഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഡ്യൂട്ടി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടീസാണ്. ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടീസ് വരുന്ന കാരണം എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ വേറെ ആളില്ല. അതായത് റെസിഡൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്, നമ്മുടെ ടീച്ചേഴ്സ്, അങ്ങനെ ഈ PG സ്റ്റുഡൻസിന് മാത്രമല്ല, ഈവൻ പ്രൊഫസേഴ്സിന് എല്ലാവർക്കും ഈ കോവിഡ് തന്നെയാണ് ഡ്യൂട്ടീസ്. അപ്പോൾ അങ്ങനെ ഇതെടുക്കാനായിട്ട് ആളില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ICUവിൽ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത്, ഇപ്പം മെഡിക്കൽ ICUവിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ICUവിൽ അവിടെ 20-25 പേഷ്യൻസ് ഉണ്ടാവും, അതായത് ICUവിൽ അറ്റ് എ ടൈം. അപ്പോൾ നമ്മളൊരു 8 hours ഷിഫ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ഈ 8 hours ഷിഫ്റ്റ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു 8 hours നമ്മളൊരു ICUവിൽ ഇരുന്നിട്ടൊരു ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അതിലൊരു 4 പേഷ്യൻസ് ആണ്, അതായത് ഒരു 8 മണിക്കൂറിൽ 4 പേഷ്യൻസ് ഒക്കെയാണ് ചില ദിവസങ്ങളിൽ മരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കത് ഒരു സിമ്പിൾ, നമുക്കത് പറയാൻ നമുക്ക് എളുപ്പമാണെങ്കിലും, അതായത് ഒരു 8 മണിക്കൂറിന് 4 പേര് ഒരേ സ്ഥലത്ത് ഒരേ ICUവിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ അത് എണ്ണം കുറഞ്ഞ ICUവിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേസമയം നമ്മൾ മെഡിക്കൽ ICUവിലൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ 6 പേഷ്യൻസ് ആവാം. കാരണം അത്രയ്ക്ക് ക്രിട്ടിക്കൽ പേഷ്യൻസ്
പേഷ്യൻസ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് കോവിഡിൽ. അതിൽ യങ് പേഷ്യൻസ് കാണും, ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് കാണും. അതായത് ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലിപ്പം വേറെ അസുഖങ്ങൾ, അതായത് ഒരു കാർഡിയാക് ഡിസീസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അതല്ലാതെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, ഹൈ ബി പി ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു, അതായത് അവർ മരിച്ചു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പം ഇതൊന്നും ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടോ, നഴ്സസ് ഇല്ലാത്തതുകൊണ്ടോ, വേറെ സ്റ്റാഫ്സ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വെന്റിലേറ്റർ അല്ലെങ്കിൽ NIV മെഷീൻസ് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടോ, മെഡിസിൻ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇത്. കാരണം ഇതെല്ലാം ഫെസിലിറ്റീസും ഉണ്ടായിട്ടും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ടും മരിച്ചു പോകുന്ന പേഷ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു, അതായത് 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ 4 ഡെത്ത് സർട്ടിഫിക്കറ്റ്, കാരണം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോട്ടോകോൾ വെച്ചിട്ട് അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതിൻ്റെ റിലേറ്റഡ് പേപ്പേഴ്സും ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് റെസിഡൻറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതാണ്. കാരണം എല്ലാ ഡോക്ടേഴ്സും, എല്ലാ റെസിഡൻസും, അല്ലെങ്കിൽ എല്ലാ പ്രൊഫസേഴ്സും, ഡോക്ടേഴ്സ്, എല്ലാ മെഡിക്കൽ കോളേജിലെയും അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഒക്കെ ആളുകൾ ഇതുപോലെ തന്നെ കോവിഡ് സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും ഇങ്ങനെ തന്നെ കടന്നുപോയ ആളുകളാണ്. അതിൽ നഴ്സസ്, ഫാർമസിസ്റ്റ്, ഈവൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റീസ്, അതുപോലെ എല്ലാവരും, ഇപ്പം ടെക്നീഷ്യൻസ് ആയാലും, ടെക്നിക്കൽ സൈഡിൽ നിന്നായാലും ടെക്നീഷ്യൻസ് ആയാലും എല്ലാവർക്കും ഇതേ ഒരു അവസ്ഥയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു 8 മണിക്കൂറിൽ 4 ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യുന്നത് മാത്രമല്ല, അത് ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് നമുക്ക് എത്ര ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്. കാരണം അവിടെ ബാക്കിയുള്ള പേഷ്യൻസിനും അതൊരു ഇമ്പാക്ട്. കാരണം അവർ ഇത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് അവർ NIV മെഷീനിലായിരിക്കും. കാരണം അവർ ആ സമയത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അവരിത് കാണുകയാണ്, അല്ലേ, ഈ ഡെത്ത് ആവുന്നത് കാണുകയാണ്. കാരണം അവിടെ CPR കൊടുക്കുന്നു, വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്നു. വെന്റിലേറ്ററിലുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ വെച്ച് തന്നെ ബാഡ് ആവുന്നു. അതല്ല NIV മെഷീനിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ്ലെസ്നെസ് കൂടി സാച്ചുറേഷൻ ഫോളോ ആയിട്ട് ബാഡ് ആവുന്നു. അപ്പോൾ ഈ ബൈസ്റ്റാൻഡേഴ്സ്, അപ്പോൾ ഈ 4 ആളുകളുടെ ബൈസ്റ്റാൻഡേഴ്സ്, അവരുടെ കൂടെയുള്ള ആളുകളുടെ, അവരുടെ റിലേറ്റീവ്സ്, ഓക്കെ, അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടാവും, അവരോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. നമ്മളാണ് അവരോട് ചെന്നിട്ട് ഡെത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പം ഈ 8 മണിക്കൂറിനുള്ളിൽ എത്ര പേരോടാണ് നമ്മൾ ഡെത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കാരണം നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ജോലി തീർക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഭരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ്, കാരണം തൊട്ടടുത്ത ആളുടെ ഡെത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാണും. ഞാൻ പറയുന്ന ഡെത്ത് മാത്രം ഉണ്ടായി ICUയിൽ നിന്നല്ല, ഇതിൻ്റെ ഇടയ്ക്ക് റിക്കവറായി പോകുന്ന ഒരുപാട് പേഷ്യൻസ് വേറെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഡ്യൂട്ടീസ്, ചില ഡ്യൂട്ടീസിൽ, കാരണം ചില ഡ്യൂട്ടീസ് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻറ്റ് ICUയിൽ അഡ്മിറ്റഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും, കാരണം ഒരു ഡെത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള റിലേറ്റീവിനോട് പറയണം. അതല്ലാതെ അവിടെ ക്രിട്ടിക്കലായിട്ട് വേറെ പേഷ്യൻസ് കാണും, അവരോടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാവരുടെയും ഒരു സങ്കടം, അത് കാരണം അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, അവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സങ്കടം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മാൻമെയ്ഡ് വൈറസ് ആണെങ്കിൽ അവർക്ക് ഇതിനകത്ത് എത്രമാത്രം ഈ ലോകത്തുള്ള എല്ലാവരും ഇതെങ്ങനെയാണ്, ഓരോ ആളുകളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ. അതിപ്പം ഏത് പ്രൊഫഷനിലുള്ള ആളുകളായാലും, അവരെ ഏത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകളായാലും. ചില ആളുകളൊക്കെ ഉണ്ടല്ലേ, അവർ ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഈ ഡെയിലി വേജസിനകത്ത് ഈ വില കൂടിയ മെഡിസിൻസ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണം, ICU അഫോർഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് ഉണ്ടായിരിക്കുന്ന കാശ് മുഴുവനും ഹോസ്പിറ്റലിൽ ചിലവഴിച്ച ആളുകൾ ഉണ്ടായിരിക്കാം. ഇതിനകത്ത് ഒരുപാട് പേര് കാരണം ഞാൻ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലോക്ക്ഡൗൺ ടൈം എൻജോയ് ചെയ്തു എന്നൊക്കെ. അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഈ ഹോസ്പിറ്റലിനകത്തായാലും, ഐസൊലേഷനിൽ വീടുകളിൽ ഇരുന്ന ആളുകളായാലും, ജോലി നഷ്ടപ്പെട്ട ആളുകളായാലും, ഇതിനെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നു 90% അല്ലെങ്കിൽ ഒരു 95% ആളുകളെയും ഇതൊരു നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 5% ആളുകളെ മാത്രം, അല്ലെങ്കിൽ ഒരു 10% ആളുകളെ മാത്രമേ അതിനെന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെത്ത് കാണുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ICU കഴിഞ്ഞ്, ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യം, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനെക്കാട്ടി വലിയ കാര്യങ്ങൾ ICUയിൽ നടക്കുന്നത് കൊണ്ട്, കാരണം അവിടെ പേഷ്യൻസ് മരിക്കുകയാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതവിടെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ അത് പ്രസക്തമല്ല. കാരണം അത് നമ്മളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്.
ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് നമ്മളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ആ സമയത്ത് നമ്മളുടെ സെൽഫ് കെയർ അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേഷ്യൻറ്റിനോടുള്ള ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിനോട് ഡെഡിക്കേഷൻ, നമ്മളുടെ പേഷ്യൻസാണ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ റെസിഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഫസർ ആയിക്കോട്ടെ, ഹൗസ് സർജൻ ആയിക്കോട്ടെ, ആരായാലും ഇത് നമ്മൾക്ക് പേഷ്യൻറ്റിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി. കാരണം നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഫഷനിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഇത് കുറേ ദിവസം ആകുമ്പോഴത്തേക്കിന് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടീസാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടീസിൽ പേഷ്യൻ്റ് റിക്കവർ ആവുകയാണെങ്കിലൊക്കെ നമുക്ക് ഒബ്വിയസ്ലി നല്ല സന്തോഷം ഉണ്ടാകും, സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, കാരണം ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടിയിൽ ചിലപ്പോൾ നമ്മളോട് ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന പേഷ്യൻ്റ് നാളെ നമ്മുടെ ഡ്യൂട്ടിക്ക് ഇതേ ICUവിൽ വരുന്ന സമയത്ത് അവർ വെന്റിലേറ്ററിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ, പിന്നെ അത് നമുക്കൊരു ഡിപ്രഷൻ, നമുക്ക് അതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. പിന്നെ നമുക്കതൊരു ശീലമാവുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, കാരണം എന്നും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇത് കാണുന്ന ആളുകൾ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുപോലെ ഈ റിലേറ്റീവ്സിനോട് പറയുന്ന അത് മിക്കവരും, അതിപ്പം കോവിഡ് ആവണമെന്നില്ല, നോൺ കോവിഡ് പേഷ്യൻ്റ് ആയാലും കോവിഡ് അല്ലാത്ത പേഷ്യൻ്റ് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് വന്നിട്ട് മരിക്കുവാണെങ്കിലും ഡെത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊരു എല്ലാ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനും ഹോസ്പിറ്റൽ സ്റ്റാഫിനും അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കേൾക്കുന്നവർക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്താണ് ഇങ്ങനെ, അതായത് ഈ പേഷ്യൻസ് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് വരുന്നു. അതേസമയം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡെത്തായ പേഷ്യൻ്റ് നമ്മൾ ഷിഫ്റ്റായി കഴിയുന്ന സമയത്ത് പിന്നെ പല വാർഡുകളിൽ നിന്നും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യാണ് ICU ബെഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏത് പേഷ്യൻറ്റിന് ICU ബെഡ് കൊടുക്കും, അല്ലെ? ഏത് പേഷ്യൻറ്റിനാണ് നമ്മൾ ICU ബെഡ് കൊടുക്കുക? ഇതിലെല്ലാവരും ക്രിട്ടിക്കലാണ്. ഇതിൽ ഒരു ബെഡ് ഫ്രീ ആകുമ്പോൾ നമ്മൾ വേറൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ, ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് പേഷ്യൻറ്റിന് നമ്മൾ ബെഡ് കൊടുക്കും? അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് കണ്ട് നമ്മൾ ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കലി നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു സമയത്ത് ഭയങ്കര സങ്കടം തോന്നുന്ന കാര്യമാണ്. ഇതേസമയം ഞാൻ അതിനകത്ത് ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുണ്ടായ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഫ്തൽ ENT വാർഡ്, ഓക്കെ, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വാർഡായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഓഫ്തൽ പേഷ്യൻറ്റ് ENT പേഷ്യൻസിനെ ഒന്നും അഡ്മിറ്റ് ചെയ്യുന്നില്ല, കോവിഡ് പേഷ്യൻസിനെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അറ്റ് എ ടൈം ഒരു 50 പേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു 35, 40, 50 പേഷ്യൻസ് ഉണ്ടായിരിക്കും ആ വാർഡിൽ, കോവിഡ് പേഷ്യൻസ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ICU പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു വാർഡാണ്. ആ വാർഡിനകത്ത് സ്പേസ് ഇല്ലാത്ത കാരണം കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ ഒരു സ്റ്റെപ്പ് ഡൗൺ ICU, അല്ലെങ്കിൽ ഒരു മിനി ICU പോലെ അതിനകത്ത് കോവിഡ് ICU വീണ്ടും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 8 hours ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ ആയിരിക്കും ഡ്യൂട്ടി. ഓക്കെ, ആ ENT ഓഫ്തൽ വാർഡിൽ കോവിഡിലായിരിക്കും ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ ഓർത്തോ വാർഡിൽ അതും കോവിഡാണ്, അവിടെ ആയിരിക്കും ഡ്യൂട്ടി, അല്ലെങ്കിൽ സർജറി ICU അതും കോവിഡാണ്, അവിടെ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ കോവിഡ് കാഷ്വാലിറ്റി എന്ന് പറയും, ഓക്കെ, കോവിഡ് എമർജൻസി എന്ന് പറയും, എമർജൻസി ആയിട്ട് കോവിഡിൽ വരുന്ന പേഷ്യൻസ് അവിടെ ആയിരിക്കും നമ്മുടെ ഡ്യൂട്ടി. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു പേഷ്യൻ്റ്, അതായത് ഒരു ലേഡി കോവിഡായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കോവിഡ് വന്നത് ആ ലേഡിക്കാണ് കോവിഡ് വന്നത്, ആ ഫീമെയിൽ പേഷ്യൻറ്റ് കോവിഡ് വന്നു. അപ്പോൾ ആ കോവിഡ് വന്നിട്ട് അവർ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ, അവർ അഡ്മിറ്റ് ആയ ദിവസം തന്നെ അവർക്കൊരു കുഞ്ഞുണ്ട്, ഓക്കെ, ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞും കോവിഡ് പോസിറ്റീവായി. അപ്പോൾ ഇവർ 2 പേരും കോവിഡ് പോസിറ്റീവാണ്. കുഞ്ഞിനെ മാത്രം പീഡിയാട്രിക് വാർഡിലോട്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ 2 പേരും ഒരുമിച്ച് ഈ ഓഫ്തൽ വാർഡിൽ, ENT അല്ല, ഓഫ്തൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കോവിഡാണ് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു 50-40 പേഷ്യൻസ് ഉണ്ട്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അവിടെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കാരണം ഇവർ കോവിഡിൽ, കാരണം മാക്സിമം നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവരവിടെ കുഞ്ഞിനെ പീഡിയാട്രീഷ്യനും മറ്റേ അഡൾട്ടിനെ നമ്മളുമാണ്, അതായത് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടെയാണ് അവരെ നോക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് കോവിഡ് സിവിയർ ആവുകയും പെട്ടെന്നാണ് കുഞ്ഞിന് കോവിഡ്. അതുവരെ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ആദ്യം വന്നപ്പോഴൊക്കെ ഒരു 2 ദിവസത്തേക്ക് കുറച്ചൊരു സ്റ്റേബിളായിരുന്നു, അവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന അത്രയ്ക്കൊരു സ്റ്റേബിളായിട്ടുള്ള കുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവായത് കാരണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കോവിഡ് ന്യൂമോണിയ വളരെ പെട്ടെന്ന് സിവിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് കോവിഡ് ന്യൂമോണിയ, ഈ CT സ്കോർ, അതായത് നമ്മൾ CT സ്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്രമാത്രം കോവിഡ് ലങ്സിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ച് നമ്മൾ CT സ്കോർ പറയും, കുറച്ച് പേരെ ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആ CT സ്കോറൊക്കെ കുട്ടിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ കുട്ടി ഒരു ക്രിട്ടിക്കൽ ഇതിലേക്ക് പോയിട്ട് അങ്ങനെ പെട്ടെന്ന് കുട്ടി ക്രിട്ടിക്കലായിട്ട് നമ്മളുടെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ കുഞ്ഞിനെ വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണ്.
കുഞ്ഞ് വെന്റിലേറ്ററിലാക്കിയിട്ട് അവിടെ തന്നെ, അതായത് കോവിഡ് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു മിനി ICU ഉണ്ട്, അവിടെയാണ് കുഞ്ഞ് ഇരിക്കുന്നത്. കുഞ്ഞിൻ്റെ അമ്മയും അവിടെ അഡ്മിറ്റാണ്. അപ്പോൾ ആ കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചു. അപ്പം ഈ കുഞ്ഞും അമ്മയും ഉള്ളത് കാരണം അവരുടെ ഫുൾ റിലേറ്റീവ്സ് ഉണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് പുറത്ത് അവരുടെ ഫുൾ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പം ഈ ഒരു 50 പേരുള്ള ഒരു കോവിഡ് വാർഡിൽ ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഒരു പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ ചെറിയ ഒരാൾ, ബാക്കി എല്ലാവരും ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ അക്സെപ്റ്റ് ചെയ്യുന്നത്? കാരണം 2 ദിവസം ഞാൻ പറയുന്നത് സാധാരണ ഒരു വേറെ ഏതെങ്കിലും ഒരു അസുഖം വന്ന് മരിക്കുന്ന പേഷ്യൻസ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാലും കോവിഡ് ഒരു മാൻമെയ്ഡ് വൈറസ്, അതായത് ഒരു മനുഷ്യരുണ്ടാക്കി വിട്ട ഒരു വൈറസ് എന്ന് പറയപ്പെടുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കും ആ ഒരു ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്തതാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, ഇങ്ങനെ ഒരെണ്ണം ചെയ്യാമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെ കിട്ടി നമുക്കറിയില്ല. അത് മാൻമെയ്ഡ് ആണോ എന്നറിയില്ല, നാച്ചുറൽ ആണോ എന്നറിയില്ല. എന്നാലും ആ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ ബോഡി കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. അത് പിടിച്ച് വെച്ചിട്ട് കരയണം. അപ്പം ഡോക്ടേഴ്സ് സമാധാനിപ്പിക്കുന്നുണ്ട്, അതിനകത്ത് പിന്നെ നഴ്സസ് സമാധാനിപ്പിക്കുന്നുണ്ട്, ഹൗസ് ക്ലീനിങ് സ്റ്റാഫ്, സെക്യൂരിറ്റീസ്, അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും ഇവരെ മാക്സിമം പേഷ്യൻസ് സഹായിക്കുന്നുണ്ട്. കാരണം അവർക്ക് ബൈസ്റ്റാൻഡർ പേഷ്യൻസ് ഈ പുറത്തുള്ള നോൺ കോവിഡ്, അതായത് അവരുടെ റിലേറ്റീവ്സിനെ ഇങ്ങോട്ട് വിടാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് റിലേറ്റീവ്സിനെ ആരെങ്കിലും ഒന്ന് കയറ്റി കാണിക്കാനും പറ്റുള്ളൂ. റിലേറ്റീവ്സ് നിൽക്കുകയാണ്, കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റിലേറ്റീവ്സ് പുറത്ത് വെയിറ്റ് ചെയ്യണം. കുഞ്ഞിൻ്റെ അമ്മയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല, കാരണം കുഞ്ഞിൻ്റെ അമ്മ RT-PCR കോവിഡ് നെഗറ്റീവ് ആയിട്ടില്ല, കോവിഡ് പോസിറ്റീവാണ്. കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ഏകദേശം കുറച്ച് സിവിയറായിട്ട് കോവിഡ് ഉണ്ട്, പുറത്ത് വിടാനായിട്ട് പറ്റില്ല. ഈ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ വിടാതെ പിടിച്ച് ഒരു ദിവസം മുഴുവൻ ഇത് വിടാതിരിക്കണം. ആര് പറഞ്ഞിട്ടും അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അവർ കൺവിൻസ്ഡ് ആവുക? കാരണം അവർക്ക് കൺവിൻസ് ആവാൻ പറ്റില്ല. അവർ ആ ഒരു മെൻ്റൽ സ്റ്റേജിലാണ്, അവർക്ക് ഒരിക്കലും കൺവിൻസ് ആവാൻ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആ കുഞ്ഞിൻ്റെ ബോഡി വിട്ടുകൊടുത്തു. അങ്ങനെ കുഞ്ഞിൻ്റെ അമ്മ പിന്നെയും ദിവസങ്ങളോളം ആ കോവിഡ് വാർഡിലുണ്ടായിരുന്നു. കാരണം അവരൊരു കംപ്ലീറ്റ് ഡിപ്രഷൻ, അവർ സംസാരിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല. അവരവിടെ ഇരിക്കുന്നു, വെറുതെ ഇരിക്കുന്നു. മെഡിസിൻസ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മെഡിസിൻസ് എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറീസ് എന്ന് പറയുന്ന പല സ്റ്റോറീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മളോട് നല്ല ചിരിച്ച് സംസാരിച്ച് ഇരിക്കുന്ന പേഷ്യൻസ് നാളെ വരുമ്പോൾ അവർ വെന്റിലേറ്ററിലായിരിക്കും. അല്ലെങ്കിൽ നാളെ നമ്മൾ നോക്കുമ്പോൾ NIV, വെന്റിലേറ്ററിൻ്റെ തൊട്ട് താഴെയുള്ള മെഷീനാണ് NIV മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിട്ട് ആയിരിക്കും ബ്രീത് എടുക്കുന്നത്. അപ്പോൾ NIV മെഷീനിലായിരിക്കും, അല്ലെങ്കിൽ അവർ വെന്റിലേറ്ററിലേക്ക് പോകും. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് ഓക്സിജൻ മാസ്കിലിരിക്കുന്ന പേഷ്യൻ്റ് നാളെ വെന്റിലേറ്ററിലിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടിയുടെ ഇടയിൽ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞിട്ട്, ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട്, അല്ലെങ്കിൽ ന്യൂമോണിയ സിവിയർ ആയിട്ട് ബ്രെത്ത്ലെസ്നെസ് കൂടിയിട്ട് ഇത് വെന്റിലേറ്ററിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പാക്റ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിനകത്ത് കാണുകയാണ്. ഇത് പല സ്ഥലത്താണ്. കാരണം ഇതിനകത്ത് ഇപ്പം ഞാൻ ഓർത്തോ വാർഡെന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് അതിനകത്ത് അതായത് സർജറി ചെയ്ത പേഷ്യൻസ് ഉണ്ട്, ഓർത്തോ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ട്. അവർ സർജറിക്കും കഴിഞ്ഞിട്ട് അവർ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആകുമ്പോൾ, മേജർ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് അതിൻ്റെ കെയർ എടുക്കേണ്ട കാര്യമുണ്ട്, അതിൻ്റെ ഇടയിൽ കോവിഡ് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ബെഡെല്ലാം ഫുള്ളായിരിക്കും. മിക്ക ഹോസ്പിറ്റലിലും, എല്ലാ നമ്മളുടെ നെയ്ബറിങ് ഹോസ്പിറ്റൽസിലായാലും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിലും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസിലൊക്കെ ബെഡ് ഫുള്ളാണ്. നമ്മൾക്കൊരു പേഷ്യൻ്റ് ക്രിട്ടിക്കലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ICUവിൽ കിടക്കുന്ന, ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ICUവിൽ ഒരു 25 ഓൾമോസ്റ്റ് 25 പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ പിന്നെ ഇവിടെ, അതായത് ഈ ഒരു ഓഫ് ദ വാർഡിനകത്തൊരു ICU ഉണ്ട്. അതുപോലെ എമർജൻസി ICU കോവിഡാണ്, പൾമണോളജി ICU കോവിഡാണ്, പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ICU കോവിഡാണ്. അതും ഫുൾ എപ്പോഴും ഫില്ലായിരിക്കും. അത് കൂടാതെ തന്നെ പിന്നെ മെഡിക്കൽ ICU, മെഡിക്കൽ ICU അല്ല, സർജിക്കൽ ICU, അങ്ങനെ എല്ലാ ICU. ഇതിൽ ആരെ നമ്മൾ ഷിഫ്റ്റ് ഔട്ട് ആക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഷിഫ്റ്റ് ഔട്ട് ആയിട്ട് വേറൊരു പേഷ്യൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഹോപ്പ് എന്താണ്, നമ്മുടെ ഇത് ഒരു ദിവസം കഴിയും, കോവിഡ് കഴിയും, പേഷ്യൻസ് വരുന്ന ഇതിൻ്റെ സിവിയർ ആവുന്ന നമ്പർ കുറയും. അറ്റ്ലീസ്റ്റ് ഇത് സിവിയർ ആയിട്ടുള്ള ഒരു അസുഖമല്ല എങ്കിൽ നമുക്കത് വാർഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ മാസ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനൊരു നമുക്കത് നമ്മുടെ കൺട്രോളിലാണെന്ന് പറയാം. ഇത് സിവിയർ ആയിട്ട് വരുന്ന ഒരു ഡിസീസ്, അതും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന. കാരണം നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ICUവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ റെസിഡൻസ് തന്നെ കോവിഡ് സിവിയർ ആയിട്ട് വന്നിട്ട് അവർ മെഷീനിലായിട്ടുള്ള ആളുകളുണ്ട്, ഓക്സിജൻ മാസ്കിലായിട്ടുള്ള ആളുകളുണ്ട്, ഈവൻ വെന്റിലേറ്ററിലായിട്ടുള്ള റെസിഡൻസ് വരെയുണ്ട്. അപ്പോൾ ഇത് ആരെയാണ് എങ്ങനെയാണ്
അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ഈ കോവിഡിനകത്ത് ഓരോ ആളുകളുടെയും, അതായത് നമ്മളുടെ അതായത് എവിടെയൊക്കെ ഈ കോവിഡ് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇതിന് ഓരോ ആളുകൾക്കും ഓരോരോ അവരുടെ പെർസ്പെക്റ്റീവിന് ഓരോരോ സ്റ്റോറീസ് ആയിരിക്കും. അവരെങ്ങനെയാണ് കോവിഡിന് ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സ്റ്റോറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആസ് എ റെസിഡൻറ്റ്, ഇപ്പോൾ ഞാൻ ആ സമയത്ത് റെസിഡൻറ്റ് എൻ്റെ അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഇത്. കാരണം ഇത് നമുക്ക് ഈ ഡ്യൂട്ടീസ് തന്നെ നമ്മളുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഡ്യൂട്ടീസ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ഡ്യൂട്ടീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത്, കാരണം അവിടെ ഇത് പറഞ്ഞ പോലെ നമ്മളാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. കാരണം വേറെ ആരെടുക്കുമല്ലേ, ഡോക്ടേഴ്സും ഈ നഴ്സസും ഒക്കെ ഈ ഡ്യൂട്ടീസ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ പേഷ്യൻസിനെ എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്ത് വിടുക. കാരണം RT-PCR ഓരോ പേഷ്യൻറ്റിൻ്റെയും RT-PCR റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്, നെഗറ്റീവ് ആവണേ നെഗറ്റീവ്. കാരണം നമ്മുടെ ഇത്രയും ദിവസം നമ്മളിങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് നോക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് പുറത്തുണ്ട്, ദിവസങ്ങളോളം ICUവിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാർഡിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇവർക്ക് സംസാരിക്കാനും കാണാനും പോലും പറ്റുന്നില്ല. റെയറായിട്ട് ഒരാളെ PPE കിറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറ്റിയല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ RT-PCR റിസൾട്ടിന് വേണ്ടിയിട്ട് ഇത്രയ്ക്ക് RT-PCR റിസൾട്ടിന് വേണ്ടിയിട്ട് അതായത് എത്ര ഇതിലാണ്, അതായത് എത്ര സങ്കടത്തോടു കൂടിയാണ് എല്ലാവരും, അല്ലെങ്കിൽ എത്ര ടെൻഷനോടു കൂടിയാണ് എല്ലാവരും നോക്കിയിരുന്നിട്ടുള്ളത്. അതുപോലെ ഈ കോവിഡിൻ്റെ സമയത്ത്, അതായത് ഈ പേഷ്യൻസിൻ്റെ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷുഗർ പേഷ്യൻസ് കാണും, അതിൽ ഹൈപ്പർ ടെൻഷൻ വന്ന പേഷ്യൻസ് കാണും, സ്ട്രോക്ക് വന്ന പേഷ്യൻസ് കാണും, സർജറി കഴിഞ്ഞ പേഷ്യൻസ് കാണും. അതുപോലെ അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണ്, ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് ആണ്, സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻസ് ആണ്, കണ്ണിന് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്. ഇവർക്കൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി ഇതും ഹീൽ ചെയ്യണം, കോഡും ഹീൽ ചെയ്യണം. ഈ രണ്ടും കൂടി ഒരു ആഡ് ഓൺ ആണ്. കാരണം ഇതിന് രണ്ടിനും കൂടെ ഉള്ള കോംപ്ലിക്കേഷൻസ് അവർ സഹിക്കേണ്ടി വരും. അതുപോലെ ഈ ഡ്യൂട്ടീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആകുമ്പോൾ ഇവിടെ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഡോക്ടേഴ്സ് എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്, നഴ്സസ് ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം നഴ്സസ്, അതുപോലെ എല്ലാ സ്റ്റാഫും, ഫാർമസിസ്റ്റ്, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫാർമസിയിൽ നിന്ന് പല സ്ഥലത്തോട്ട് മെഡിസിൻസ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലോഡ് കണക്കിന് മെഡിസിൻസ് ആണ്, എല്ലാം ഫുള്ളാണ്. ഈവൻ ഇപ്പം ICUവിൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റ് അവിടെ വെയിറ്റിംഗ് ആണ്. ട്രോളിയിൽ പേഷ്യൻ്റ് വെയിറ്റിംഗ് ആണ്. ഈവൻ കാഷ്വാലിറ്റി ടു ട്രോളീസിൽ പേഷ്യൻസ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഓരോ ICUവിലേക്ക് പോകാൻ, ഓരോ വാർഡിലേക്ക് പോകാനായിട്ട് പേഷ്യൻസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ നമ്മളോട്, ഈ പേഷ്യൻസ് ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയും. കാരണം അവർക്ക് ഇന്ന പ്ലാൻസ് ആയിരുന്നു, അപ്പോൾ ആ പ്ലാൻസ് ഒക്കെ പോയി, കോഡ് വന്ന കാരണം ആ പ്ലാൻസ് എല്ലാം പോയി. അതിനകത്ത് ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പുറത്തേക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാതെ റിലേറ്റീവ്സ് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്കും പല പല സ്റ്റോറീസാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം കാരണം കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടെന്ന് പറയും. അവർക്കൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് കോവിഡ് വാർഡിനകത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ഒരു സൈഡിൽ കൂടെ കോവിഡിൻ്റെ മെഡിസിൻസ് എല്ലാം പോകുന്നു, ഒരു സൈഡിൽ കൂടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോകുന്നു. അതുപോലെ ഈ കോവിഡ് പേഷ്യൻസിന് നമ്മൾ വെന്റിലേറ്ററിലൊക്കെ ഉള്ള പേഷ്യൻസ് നമ്മൾ ABG എന്ന് പറയുന്ന ഒരു ടെസ്റ്റിംഗ്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മളുടെ ഡയറക്റ്റ് ആർട്ടറിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ABG. അപ്പോൾ ഈ കോവിഡ് പേഷ്യൻസ് വെന്റിലേറ്ററിലൊക്കെ കുറേ ദിവസം കിടക്കുന്ന പേഷ്യൻസിന് ബോഡി ഫുൾ എഡിമ കാണും, നീര് കാണും അവർക്ക്. അപ്പോൾ അവർക്ക് നമുക്ക് ഈ ABG എടുക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് പാടായിരിക്കും, പക്ഷേ നമുക്ക് ABG എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് അവർ കുറേ ദിവസം കൊണ്ട് ICUവിലായിരിക്കും. അപ്പം എല്ലാ റെസിഡൻസും, ആ ഡ്യൂട്ടിയുള്ള എല്ലാ റെസിഡൻസും ഈ ABG എടുത്ത് അവരുടെ എല്ലാം ABG എടുക്കുന്ന പ്ലേസസിലെല്ലാം ചെറിയ ഈ മറ്റേ നീഡിലിൻ്റെ മാർക്കിങ്സ് ആണ് എല്ലായിടത്തും. അപ്പോൾ ഈ നീഡിലിൻ്റെ മാർക്കിങ്സ് വന്നിട്ട് ചില സമയത്ത് അവിടെ ബ്ലാക്ക് കളറും, ഒരുപാട് വട്ടം ABG എടുക്കുമല്ലോ. നമ്മൾ രാവിലെ ABG എടുക്കും, പിന്നെ ഈവനിങ് ABG എടുക്കും, ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ABG എടുക്കേണ്ടി വരും. ഒരു സിവിയർ ആവുകയാണെങ്കിൽ, ഇടയ്ക്ക് ഒരു സാച്ചുറേഷൻ ഡ്രോപ്പ് വന്ന് ഓക്സിജൻ കുറയുവാണെങ്കിൽ നമ്മൾ ABG എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ABG എടുക്കുന്ന സമയത്ത് ഈ പേഷ്യൻറ്റിനെ ഇങ്ങനെ, ഇവർ വെന്റിലേറ്ററിലാണ്, ഒരു ജീവനുള്ള ഒരു പേഷ്യൻ്റാണ്, വെന്റിലേറ്ററിലാണെങ്കിലും അതൊരു ഹ്യൂമൻ ബീങ് ആണ്. അത് എന്താ പറയുക, അൾട്ടിമേറ്റ്ലി അതൊരു ഹ്യൂമൻ ബീങ് ആണ്. പേഷ്യൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മൾ കുത്തുന്ന സമയത്ത് നമുക്ക് ഒറ്റ കുത്തിൽ ABG കിട്ടണം. കാരണം ഇനി വീണ്ടും കുത്താൻ ഇവിടെ സ്ഥലവും ഇല്ല. പേഷ്യൻറ്റിനെ അവർക്ക് വേദനയൊന്നും അറിയില്ല, കാരണം അവർ സെഡേറ്റഡ് ആയിട്ട് വെന്റിലേറ്ററിലാണ്. പക്ഷെ നമ്മൾ ഒരു മനുഷ്യനായിട്ടുള്ള ഒരാളെ നമ്മൾ എത്രയും വെച്ച് കുത്തുന്ന സമയത്ത് ഈ റെസിഡൻസും ഈ റെസിഡൻസ് എനിക്കറിയില്ല, മിക്ക ഡോക്ടേഴ്സും, ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും അത്ര സങ്കടത്തോടു കൂടിയാണ് ഇവരുടെ ബ്ലഡ് സാമ്പിളിങ് ചെയ്യുന്നത്. ഇപ്പം ABG ആയിക്കോട്ടെ, അവരെ ഇൻറ്റുബേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അവർക്ക് സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ, അതായത് കയ്യിലൊക്കെ ക്യാനുലയിട്ട് ഇനി വെയിനൊന്നും കിട്ടാനില്ല, കാലിൽ ട്രൈ ചെയ്തു വെയിനൊന്നും കിട്ടാനില്ല, ചിലപ്പോൾ നമ്മൾ ഫിമറൽ വെയിൻ, കാലിലൊരു വെയിൻ ഫിമറൽ വെയിൻ എന്ന് പറയും, അവിടെ ഇട്ടു, അതും കിട്ടുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ കഴുത്തിൽ ക്യാനുല ഇടുന്ന
ഇൻസെർഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻ്റ് ഒരുപാട് മെഡിസിൻസ് ഒക്കെ പോകാനുള്ളപ്പോൾ വെൻറ്റിലേറ്ററിലൊക്കെ ആവുന്ന പേഷ്യൻസ് ഇടുന്നതാണ് ഈ സെൻട്രൽ ലൈൻ ഇൻസെർഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഈ സെൻട്രൽ ലൈനൊക്കെ ഇടുമ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ സക്സസ്ഫുള്ളി ഇടും. നമ്മൾ ഒരു ദിവസം നമുക്ക് ഒരുപാട് സെൻട്രൽ ലൈനൊക്കെ ഇടാൻ കാണും. ഒരു ബെഡ് കഴിഞ്ഞ് പിന്നെ അടുത്ത സെൻട്രൽ ലൈൻ. അപ്പോൾ ഈ പേഷ്യൻസിന് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വിസിബിളി നമ്മൾ കരയാറുണ്ട്. കാരണം അത് അറിയില്ല, കാരണം കോവിഡിലാകുമ്പോൾ മാസ്കും ക്യാപ്പും ഹെഡ് ക്യാപ്പും മാസ്കും ഒക്കെ വെച്ചിരിക്കുന്ന നമ്മൾ അത്ര സങ്കടപ്പെട്ടിട്ടാണ് ഓരോ റെസിഡൻറ്റും, അല്ലെങ്കിൽ ഓരോ ഹൗസേഴ്സും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് എല്ലാവരും, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് എല്ലാവരും ഈ പ്രൊസീജിയേഴ്സ് ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സങ്കടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചില പേഷ്യൻസിനൊക്കെ നമുക്കറിയില്ല, നമ്മൾ അവസാനം എന്താ ചെയ്യുന്നറിയോ, പേഷ്യൻസിനോട് നമ്മൾ ഉള്ളിൽ സോറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് സാമ്പിളിങ് ചെയ്യുന്നത്. അവർ വെൻറ്റിലേറ്ററിലാണ്, ഒബിയസ്ലി അവർക്ക് സെൻസേഷൻസ് ഒന്നും അറിയാൻ പറ്റില്ല, കാരണം സെഡേറ്റഡ് ആയിരിക്കുമല്ലോ വെൻറ്റിലേറ്ററിലുള്ള പേഷ്യൻസ്. എന്നാലും നമ്മൾ അവരോട് ഉള്ളിൽ സോറി പറഞ്ഞിട്ടാണ്. കാരണം ഇവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വെൻറ്റിലേറ്ററിലാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ അബാൻഡൻ ചെയ്യാനും പറ്റില്ല. നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ അവർക്ക് മെഡിസിൻസ് കൊടുക്കുക, ബ്ലഡ് സാമ്പിളിങ് ചെയ്യുക, അവരെ നമ്മൾ മോണിറ്റർ ചെയ്യുക, ഇതൊക്കെ നമ്മളുടെ ഡ്യൂട്ടീസാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ അവരോട് സോറി പറഞ്ഞിട്ടാണ് അവരുടെ ബ്ലഡ് സാമ്പിളിങ് ചെയ്യുന്നത്. എന്നാലും അത് തന്നെ ഈ കോവിഡ് വൈറസിന് മാൻമെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്ന സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു തിങ്കിങ്, അതായത് ഒരു ചിന്ത കൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എത്രമാത്രം ഇത് ആരെയൊക്കെ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്ന് ഉള്ള ഒരു ഐഡിയയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6 ഇയേഴ്സായി ഇപ്പോഴും, അതായത് ഈ 6 വർഷം ആവാൻ പോകും, ഡിസംബറിൽ 6 വർഷം ആവാൻ പോകുമ്പോഴും പേഷ്യൻസിന് ഇപ്പോഴും, അതായത് അന്നുണ്ടായിരിക്കുന്ന കോവിഡിൽ നിന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ യങ് ആയിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത്. ഓരോ ആളുകളോടും കോവിഡ് വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും അവർക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ പറയാനായിട്ട് കാണും. അപ്പം അതായത് നമ്മളുടെ എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന, അതായത് അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് കുറച്ച് മലയാളീസെങ്കിലും, മലയാളി പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ കേൾക്കുന്ന ആരാണെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം മനുഷ്യരാശിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം മൊത്തത്തിൽ, അതായത് ഒരു മാസ് കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ ബുദ്ധി കാരണം, നമ്മളുടെ ബുദ്ധി ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും ഒരിക്കലും നമ്മൾ ഒരു ചിന്ത പോലും ഒരിക്കലും പാടില്ല. കാരണം അത് പല ആളുകളെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. അത് നമ്മളുടെ അത് പിന്നെ അത് ഒരു കൺട്രോളിലല്ലാതെ എത്ര പേര് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ലോകം മൊത്തമുള്ള ആളുകൾ എഫേർട്ട് ഇട്ടാൽ പോലും ഒരാളുടെ ചിന്ത, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ചിന്ത, അല്ലെങ്കിൽ കുറച്ച് പേര് ലാബിൽ ഒരു പിന്നെ ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പം അവർക്കിത് അറിയുന്നില്ലല്ലോ, ഇതിങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു, ഇങ്ങനെയാണ് എന്നുള്ളത്. അത് അങ്ങനെയുള്ളൊരു ചിന്ത പോലും നമുക്ക് ഒരിക്കലും അത് തരാനായിട്ട് പാടില്ല. അപ്പം കോവിഡ് വന്നിട്ടുള്ള പേഷ്യൻസ് കാരണം പിന്നെ അതിനകത്ത് അവരത് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്കൊരു പരിധി വരെ ഇപ്പോൾ ഒരു 6 ഇയേഴ്സൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പോസ്റ്റ് കോവിഡ് നേരത്തെ വന്ന എണ്ണത്തിൽ നിന്ന് വളരെ കുറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളായിട്ട് വന്നിരുന്ന പേഷ്യൻസ്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് പേഷ്യൻസിന് പോസ്റ്റ് കോവിഡ് സെക്വലേ എന്ന് നമ്മൾ പറയും, പോസ്റ്റ് കോവിഡ് സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കുറഞ്ഞു. ഇപ്പം കമ്പാരിറ്റീവ്ലി നേരത്തെ ഉള്ള വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണെങ്കിലും ഇപ്പോഴും ഈ കോവിഡിൻ്റെ ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് ഒരുപാട് ആളുകൾ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. കോവിഡ് വരാത്ത ആളുകൾക്ക് വരെയാണ് കോവിഡ് ഉണ്ടായതിന് ശേഷമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്, അതായത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ ഒരു റെസിഡൻറ്റിൻ്റെ വ്യൂ, ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ എന്താണ് കോവിഡിൻ്റെ, അതായത് ഡ്യൂട്ടീസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഹെക്റ്റിക് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. അത് എല്ലാവർക്കും ഹെക്റ്റിക് ഡ്യൂട്ടീസ് ആയിരുന്നു. അത് നമ്മളുടെ ഈ ഹെക്റ്റിക് ഡ്യൂട്ടീസ്, ഇവരുടെ ഈ ഒരു സഫറിങ്സ്, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും സഫറിങ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഹെക്റ്റിക് ഡ്യൂട്ടീസ് അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊക്കെയാണ്, അതായത് കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെയൊരു സംഭവമാണെന്നുള്ളൊരു ചെറിയ ഒരു ഐഡിയ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത്.